ക്രഞ്ചി റോളിലെ ദ മോസ്റ്റ് പോപ്പുലർ അനിമ എന്ന് പറയുന്നത് വൺ പീസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ. പക്ഷെ നൗ ഇറ്റ്സ് സോളോ ലെവലിംഗ്. ഒറ്റ ആഴ്ച കൊണ്ട് 2 ലെജൻഡറി അനിമകളെ സർപ്പാസ് ചെയ്തിട്ടാണ് സോളോ ലെവലിംഗ് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. ഇത്രയും കാലം വൺ പീസ് മാത്രമാണ് ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത്, അതായത് മോസ്റ്റ് പോപ്പുലർ അനിമ എന്നുള്ളത് 1ാം സ്ഥാനത്ത്. 2ാമത് ഡീമൺ സ്ലെയർ ആയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ വീക്കിൽ ആദ്യം ഡീമൺ സ്ലെയറിനെ സോളോ ലെവലിംഗ് സർപ്പാസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ വൺ പീസിനെ സർപ്പാസ് ചെയ്തിട്ട് മോസ്റ്റ് പോപ്പുലർ ക്രഞ്ചി റോളിൻ്റെ മോസ്റ്റ് പോപ്പുലർ അനിമ എന്നുള്ള ആ ഒരു പൊസിഷൻ സോളോ ലെവലിംഗ് സ്വന്തമാക്കി. ഇപ്പം ഏപ്രിലിൽ വൺ പീസ് തിരിച്ചു വരുന്നു. വൺ പീസ് വരുന്ന സമയത്ത് വീണ്ടും വൺ പീസ് കയറും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് സോളോ ലെവലിംഗ് ഗോട്ടഡ് ഷോ എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വെറും 25 എപ്പിസോഡിൽ താഴെ 2 സീസൺ മാത്രം വെച്ചിട്ട് ഇത്രയും വലിയൊരു പൊസിഷനൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. അത് ഒരു അനിമയെ സംബന്ധിച്ച് ഇത്രയും ഭയങ്കര ഒരു സംഭവമാണ്. അതായത് ഇത്രയും പോപ്പുലർ ആകുക, ഇത്രയും ഫാൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ഈവൻ ഇൻ്റർനെറ്റ് വരെ ക്രാഷ് ആവുന്ന അല്ലെങ്കിൽ അവരുടെ സെർവർ വരെ ക്രാഷ് ആവുന്ന എപ്പിസോഡുകൾ വരിക, അതൊക്കെ ഭയങ്കര സംഭവമാണ്. അതും ഇത്രയും ചെറിയ എപ്പിസോഡുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് മാത്രം 2 സീസൺ വെച്ചിട്ട് ആകുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സോളോ ലെവലിങ്ങിനെ അല്ലെങ്കിൽ സോളോ ലെവലിങ്ങിൻ്റെ അനിമയെ ഇങ്ങനെ ഒരു ഗോട്ടഡ് ഷോ എന്നൊക്കെ പറയുന്നത്.